ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ ആക്ച്വലി 2-3 ദിവസമായി എനിക്ക് പ്രോപ്പറായിട്ടൊരു ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ബിക്കോസ് എനിക്ക് കോൾഡാണ്, അപ്പോൾ വോയിസ് ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇന്ന് എനിക്കൊരു കാര്യത്തിന് വേണ്ടി വീഡിയോ ചെയ്യണം എന്ന് തോന്നിയതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ തംബ്നെയിലിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഹെവി മേക്കപ്പിനെ കുറിച്ചാണ്. അപ്പം ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് 4-5 വയസ്സ് മുതൽ ഞാൻ ഡാൻസ് കളിക്കുന്ന കേട്ടോ. പക്ഷെ ഞാൻ ബാക്ക് ഇൻ ചെന്നൈ ആയിരുന്നു. നമുക്ക് ഈ ചെന്നൈയിൽ ഈ പറഞ്ഞതുപോലെ ചെന്നൈയിലോ തമിഴ്നാട്ടിലോ നമുക്ക് ഈ പറയുന്ന പോലെ കലോത്സവ സംഭവങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ക്ലാസിക്കൽ പഠിക്കാം. അത് നമ്മുടെ ഈ ഇവിടുത്തെ കൂട്ട് നാടൻ ഫോംസ് ഒന്നും ഇല്ല, ഡാൻസ് ഫോംസ് ഒന്നും ഇല്ല കേട്ടോ. അവിടെ ആകെ ക്ലാസിക്കൽ അങ്ങനത്തെയൊക്കെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്ത് പോയി സ്കൂൾ വഴി ഷോസ് ചെയ്യും, അങ്ങനെയൊക്കെയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ അടിപൊളിയാണ്. കലോത്സവം എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് റിയലി വെരി ഗ്രേറ്റ്. ഐ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം അതിൻ്റെ സ്കോർസ് കിട്ടുക, അത് നമുക്ക് ഫ്യൂച്ചർ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്കോളർഷിപ്പായിട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു കാര്യമല്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെന്നൈയിലില്ല കേട്ടോ. അപ്പം ഇനിയും വരുമോ ഇല്ലയോ എന്നും അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈയിടെയായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലാണേലും ഫേസ്ബുക്കിലാണേലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഞാൻ കാണുന്നത് കുഞ്ഞു കുട്ടികൾ വരെ മറ്റേ ക്ലാസിക് ഫോംസ്, നമ്മുടെ എല്ലാ ഡാൻസ് ക്ലാസിക് ഫോംസിനും നമുക്ക് ഹെവി മേക്കപ്പിൻ്റെ ആവശ്യമുണ്ട്. ഹെവി മേക്കപ്പ് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു സംഭവമുണ്ട്, എന്നാ പറയുന്ന ഒരു ക്രീം പോലൊരു സംഭവം. ക്രീം എന്ന് വെച്ചാൽ ഒരു തിക്ക് ക്രീം. ആ തിക്ക് ക്രീം ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം നോർമൽ ഫൗണ്ടേഷൻ ഒന്നുമല്ല കേട്ടോ, തിക്ക് ക്രീം ആയിരിക്കും. കാരണം അതിപ്പം എന്താണെന്ന് വെച്ചാൽ വിയർത്താലും പോകത്തില്ല, വെള്ളം ഒഴിച്ചാലും പോകത്തില്ല, കഴുകിയാലും പോകത്തില്ല, എണ്ണയൊക്കെ ഇട്ട് തേച്ച് കളഞ്ഞാൽ മാത്രമേ പോവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളൊരു 4 വയസ്സ് 5 വയസ്സ് മുതലേ നമ്മൾ അങ്ങനത്തെ ഹെവി മേക്കപ്പ് ചെയ്യാന്ന് വെച്ചോ. അപ്പം ഹെവി മേക്കപ്പ് ഞാൻ ഈ പറയുന്നത് ക്ലാസിക്കൽ ഫോംസിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഡാൻസ് ഫോംസിനില്ല. നമ്മുടെ ക്ലാസിക്കൽ ഫോംസിന് നമ്മൾ എന്തായാലും ഹെവി മേക്കപ്പ് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടോ ഞാനിങ്ങനെ ഡാൻസിന് വേണ്ടി പോകും. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, എനിക്കൊന്നും ക്രീംസ് ഒന്നും അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതിൻ്റെ ഒരു റീസണും കൂടാണിത്. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിലെ മുതൽ ഇതുപോലെ ഹെവി മേക്കപ്പ് ഇടും. നമുക്ക് അറിയത്തുപോലുമില്ല, നമ്മൾ ചെന്നിരിക്കും, മാക്സിമം ഞാനിരുന്ന് ഉറങ്ങുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോഴത്തേക്കും മേക്കപ്പ് കഴിയും, നമ്മൾ കളിക്കും, ഇതുപോലെ മമ്മി വാഷ് ചെയ്ത് തരും, ക്ലീൻ ചെയ്ത് തരും, കോസ്റ്റ്യൂം മാറും, ഓക്കെ, അത്രേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് നമ്മളൊരു ടീനേജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മുഖത്ത് കുരുക്കൾ, അങ്ങനെ മറ്റേ ഓയിലി സ്കിന്ന്, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടാകത്തില്ലേ. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കിന് നമ്മുടെ എൻ്റെ സ്കിന്ന് കംപ്ലീറ്റ് ഡ്രൈ ആവുമായിരുന്നു. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡ്രൈനെസ് ആയിരുന്നു. അപ്പോൾ ഡ്രൈനെസ് കാരണം എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് തണുപ്പോ വെയിലോ ഒക്കെ അടിക്കുമ്പോഴത്തേക്കിന് നമുക്ക് എപ്പോഴും നമ്മൾ ഈ പറയുന്ന തൊട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം, ക്രീം ഇട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡ്രൈനെസ് കൂടുമ്പോൾ ചൊറിയും, പിന്നെ വെയിലത്ത് പോകുമ്പോഴത്തേക്കിന് അവിടെ ഇവിടെയൊക്കെ റെഡ് സ്പോട്ട്സ് ഉണ്ടാകും. അങ്ങനെയൊക്കെ കുറേ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ ഒരു ഡോക്ടറിനെ കാണേണ്ടി വന്നത്. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ക്രീംസ് ഒന്നും കാര്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അതിപ്പോൾ സ്കൂളിലായിരുന്നു കേട്ടോ, 11th 12th എങ്ങാണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനൊരു ഡോക്ടറിനെ കാണുന്നത്. പിന്നെ ഡോക്ടർ എന്നോട് എൻ്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയായിരുന്നു, ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു, ഇങ്ങനെ ഹെവി മേക്കപ്പ് ഇടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് അതാണ് സംഭവം. വളരെ കുഞ്ഞിലേ മുതൽ നമ്മളിപ്പോൾ ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നമ്മൾ ഈ ഹെവി മേക്കപ്പ് ഇട്ടിട്ട് ശീലിക്കുന്ന ഒരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മളൊരു ടീനേജ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വലുതായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ സ്കിന്ന് കംപ്ലീറ്റ് ഡ്രൈ ആയി പോകും.
ഡ്രൈ ആയി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനെസ് ഇങ്ങനെ ഓവർ ടൈം കൂടി 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 വരിക. നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടേ ഇരിക്കണം, എന്തെങ്കിലും ക്രീംസോ എന്തെങ്കിലും മോയ്സ്ചറൈസേഴ്സോ ഇട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈനെസ് ഇങ്ങനെ കൂടി കൂടി വന്നാൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് പെട്ടെന്ന് ചുരുങ്ങി തുടങ്ങും. പിന്നെ റിങ്കിൾസ് ഉണ്ടാകും, നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രായമുള്ളതായിട്ട് തോന്നിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അന്ന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അന്ന് പിന്നെ വെച്ചാൽ ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേക്കിനും ഒത്തിരി താമസിച്ചു. അപ്പം ഞാൻ ഈയിടെ പിന്നെ കേരളത്തിൽ ഞാൻ വന്നേ പിന്നെ ഞാൻ ഇങ്ങനെ ഇത്രയും കുട്ടികൾ മേക്കപ്പ് ചെയ്യുന്നതും കലോത്സവം സംഭവങ്ങളും ഒക്കെ അറിയുന്നേ. അങ്ങനെ ഞാൻ കാണുന്ന കുട്ടികളിലോടും പിന്നെ എനിക്ക് അറിയാവുന്ന ആൾക്കാരോടും ഒക്കെ ഞാനിങ്ങനെ പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യുക, അപ്പം ഇത് ഇപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഞാൻ പറയാറുണ്ട്. അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെസ് മേക്കപ്പ് ആക്കുക, അല്ലെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കിന് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഓവർ ഏജ്ഡ് ആയിട്ടൊക്കെ നമ്മുടെ സ്കിന്ന് തോന്നിച്ചു കഴിഞ്ഞാലേ അത് നമ്മുടെ ബ്യൂട്ടിയെ ബാധിക്കുന്ന കാര്യമല്ലേ. ഇപ്പം എല്ലാവരും നമ്മൾ ബ്യൂട്ടി കോൺഷ്യസും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ വളരെ കുഞ്ഞിലേ മുതൽ ഈ പറയുന്ന പോലെ ഹെവി മേക്കപ്പ് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയുന്നത്, ഈ ക്ലാസിക്കൽ ഡാൻസ് എല്ലാത്തിനും ഹെവി മേക്കപ്പ് ആട്ടോ, നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ അല്ല ഇടുന്നത്. അങ്ങനത്തെ ഹെവി മേക്കപ്പ് ചെയ്യുന്ന കുട്ടികൾ പെർഫോം ചെയ്താൽ ഉടനെ വന്ന് ഫേസ് കഴുകുക, ഫേസ് വാഷ് ചെയ്യുക, പെട്ടെന്ന് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുക, ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അതെപ്പോഴും ശീലിക്കുക. അത് ശീലിച്ചില്ലെങ്കിൽ വളർന്നു വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ദാറ്റ് ഈസ് വൺ തിങ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ കലോത്സവ കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആർക്കെങ്കിലും ഞാൻ പറയുന്ന ടിപ്പ് ഈ പറയുന്ന പോലെ ഹെൽപ്പ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അറിയത്തില്ല കേട്ടോ, വളർന്നു വരുമ്പോഴേ അത് അറിയത്തുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് കാരണം എനിക്കിപ്പോൾ ഒരു ക്രീമും ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഈ പറയുന്ന പോലെ എല്ലാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്തത് ഞാൻ എന്നെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്നെപ്പോലെ എന്തായാലും ഒരുപാട് പേര് കാണുമായിരിക്കും. അപ്പം അവർക്കും ഇതായിരിക്കാം റീസൺസ്, ഇങ്ങനെ ഡാൻസ് ഹെവി മേക്കപ്പും കാരണങ്ങളൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു മേക്കപ്പ് അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കിനും എനിക്ക് അധികം മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ലെസ് മേക്കപ്പ് അങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ. ഒരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല. ഐ എം ഫൈൻ, ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് യൂസ്ഡായി. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നില്ല. ബട്ട് ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു അഡ്വൈസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് കുട്ടികളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യേണ്ടി വരും മേക്കപ്പ് ചെയ്താൽ ഉടനെ ലൈക്ക് പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടനെ മാക്സിമം അപ്പോഴേ വാഷ് ചെയ്ത് കളയുക. മുഖം നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹൈഡ്രേറ്റ് ആവുന്ന ക്രീംസ് എന്തെങ്കിലും ഒരെണ്ണം മുഖത്ത് ഇട്ട് വിടുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഉറപ്പായിട്ടും പോകും. അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയൊരു സംഭവം, നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളായിരിക്കും നമുക്ക് 10 കുട്ടികളല്ലേ, കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കാണുമല്ലോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും 10, 30 അല്ലെ 50 കുട്ടികൾക്ക് എല്ലാവർക്കും ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം തന്നെ ആയിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ സെയിം ക്രീം സെയിം ആയിക്കോട്ടെ, പ്രശ്നമല്ല. ബട്ട് അവർ യൂസ് ചെയ്യുന്ന സ്പോഞ്ച്, അവർ യൂസ് ചെയ്യുന്ന ബ്രഷ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇത് തന്നെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പം ആ കിറ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ടീമിന്. അപ്പോൾ അതിനകത്തുള്ളവർക്ക് ആർക്കെങ്കിലും കുരുക്കളോ സ്കിന്നിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ഉള്ളവർ കാണാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്ത അതേ ബ്രഷ് തന്നെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്, കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിറ്റ് എന്ന് പറയുന്നത് ഷെയ്ഡാണ്, എല്ലാവർക്കും കോമൺ ആയിട്ടായിരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത്. ആരും ഇവർക്കിത് ഇന്ന ആർക്ക് അങ്ങനെ മാറ്റി വെക്കാറില്ല. അവരെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ചെയ്യുന്നത്. മാറ്റി ഓരോരുത്തർക്ക് മാറ്റുക അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുന്നത്. സോ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഇടയായിട്ട് ഞാൻ ഒരു 4-5 പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞിലായിരുന്ന സമയത്ത് എനിക്ക് പറയുന്ന പോലെ ഒരു കിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അന്ന് അങ്ങനെ ഒരു കിറ്റ് നമുക്ക് ഇത് ചെയ്ത് വെക്കാൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധ്യയില്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ
സോ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം ഈ പറയുന്ന പോലെ കോസ്റ്റ്യൂംസിന് തന്നെ ഭയങ്കര റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളിപ്പോൾ മേക്കപ്പ് ചെയ്യുക, നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്തു തരാം. അപ്പം നിങ്ങളൊരു ലിസ്റ്റ് ചോദിക്കുക, അല്ല എന്ത് ബ്രാൻഡ്സ് ആണ്, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനത്തെ ബ്രഷസ് ആണ്, എല്ലാം നിങ്ങളൊരു ലിസ്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്കുള്ള മേക്കപ്പിൻ്റെ സാധനങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച ഒരു ബോക്സ്, ഒരു കിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ പേര് എഴുതി വെക്കുക. എന്നിട്ട് മേക്കപ്പ് ഏത് പെർഫോമൻസ് ആണെങ്കിലും മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഉറപ്പുണ്ട് നിങ്ങളുടെ കിറ്റ് തന്നെയാണ് നിങ്ങളുടെ കുട്ടിക്ക് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അത് മേക്ക് ഷുവർ ചെയ്യുക. സെയിം മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, ബട്ട് നിങ്ങളുടെ കിറ്റ് യൂസ് ചെയ്യുക. അത് നേരത്തെ നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന എപ്പോഴും പെർമനൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ, അവരോട് ചോദിച്ചു വെക്കുക എന്തെന്ത് സാധനങ്ങളാണെന്ന് വാങ്ങിച്ചു വെക്കുക. എപ്പോഴും ഒരു കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഈ ബ്രഷസും അങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്കിന് പല ടൈപ്പ് ഓഫ് സ്കിൻ ഇൻഫെക്ഷൻസും പല ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഞാൻ രണ്ടാമത്തെ ഒരു ടിപ്പ് എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നിയ കാര്യം. കാരണം എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് എനിക്കറിയാവുന്ന ഒരു ചേച്ചി ഇതുപോലെ ലൈക്ക് 2 കുട്ടികളുണ്ട്. ചേച്ചി ലൈക്ക് കുറച്ച് ഒരു 30+ ആണ്. അപ്പോൾ ചേച്ചി ഇതുപോലെ ഒരുപാട് ഡാൻസ് ചെയ്യുന്ന ആളാണ് ഇപ്പം. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു, ചേച്ചിയുടെ അടിപൊളി സ്കിന്നാട്ടോ, ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല സ്കിന്നാണ് ചേച്ചിയുടെ, അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇതുപോലെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്ന ആളിനോട് ചോദിക്കുക എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ബ്രാൻഡ്സ് ആണ്, എല്ലാം ചോദിച്ചറിഞ്ഞ് എഴുതിയെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഏതൊക്കെ ബ്രാൻഡ്സ് ആണ്, അല്ലെ ഫൈൻഡ് ചെയ്യാൻ ഏതൊക്കെ സൈറ്റിലുണ്ട് എല്ലാം ഞാൻ ഫൈൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്ത് ഞാൻ ചേച്ചിക്ക് ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് ചേച്ചി ഒരു കിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ചേച്ചി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞേ പിന്നെ ചേച്ചി പെർഫോം ചെയ്യുന്ന എല്ലാ ഡാൻസിനും എല്ലാ ഷോസിനും ചേച്ചിയുടെ കിറ്റ് തന്നെയാണ് ചേച്ചി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി. ഞാൻ പറയുന്ന കേട്ടിട്ട് ചേച്ചി സ്റ്റാർട്ടഡ് മെയിൻറ്റെയിനിങ് എ കിറ്റ് എന്ന രീതിയിൽ. അതുപോലെ വേറൊരു കുട്ടിയും നമുക്കറിയാവുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു, കാരണം കുട്ടി മിടുക്കിയാണ് ഡാൻസ് കളിക്കാൻ, വളരെ കുഞ്ഞിലേ തന്നെ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി സ്കിന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കണം, കാരണം ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമ്മുടെ സ്കിന്ന് കുറേ കൂടെ പോകത്തേ ഉള്ളൂ. കാരണം ഗ്ലോബൽ വാർമിങ്, പിന്നെ ചൂട്, അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടുന്നതെന്നല്ലാതെ ഒന്നും നമുക്ക് പഴയ കാലത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഒന്നും ഇടത്തില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മമ്മി മറ്റേ ഫെയർ ആൻഡ് ലവ്ലിയും മറ്റേ വീക്കോ ടേമറിക് ഇത് രണ്ടും ഒക്കെ ആയിരുന്നു പണ്ട് യൂസ് ചെയ്തോണ്ട്. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം എത്ര ക്രീംസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണോ, ഇതിന് എൻ്റെ സ്കിന്നിന് പറ്റത്തില്ല, ഇതാണോ, ഇത് ഇതിനകത്ത് അതുണ്ട്, ഇന്നത്തെ നമ്മൾ അങ്ങനെ നോക്കി ഇപ്പോൾ വാങ്ങിക്കേണ്ടി വരുന്നത് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെൽത്തും ഒക്കെ ആ ഒരു കണ്ടീഷനിലായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തതാണ്. കാരണം ഇപ്പം എല്ലാവരും ഒരു ഡാൻസും കലോത്സവം മൂഡിലിരിക്കുന്ന ഒരു സമയമല്ലേ. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു ദിവ്യ ഉണ്ണിയുടെ പ്രോഗ്രാം ആണെങ്കിൽ പോലും എത്രായിരം കുട്ടികളും വലിയ ആൾക്കാരെല്ലാം ഹെവി മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്കറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോ ടീം ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഷെയ്ഡായിട്ടായിരിക്കും എല്ലാം യൂസ് ചെയ്തത്. എത്ര പേർക്ക് ഹെവി മേക്കപ്പ്, കാരണം അവർ ആ മേക്കപ്പ് കഴിഞ്ഞിട്ടും ആ പ്രോഗ്രാം ഫുള്ള് തീരുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡാൻസ് കഴിഞ്ഞിട്ടും അവർ ആ പ്രോഗ്രാം ഫുള്ള് തീരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം ആ സ്കിന്നിൽ ആ ഹെവി മേക്കപ്പ് ഇരിക്കുക. ആ ഹെവി മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അങ്ങനെ ആ ഒരു സംഭവം നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി അടിച്ചിങ്ങനെ തേച്ച് പോലെ ഒരു ഫീലായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ചിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ലൈക്ക് ഒരു ഇതായിരിക്കും. അത് നിങ്ങൾ മേക്കപ്പ് ഇട്ട് ആരുടെയെങ്കിലും മുഖം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യം. നിങ്ങൾക്ക് ആരെങ്കിലും ഡാൻസ് കളിക്കുന്ന കുട്ടികൾ, ഹെവി മേക്കപ്പ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 ടിപ്പ് അവർക്ക് ടിപ്സ് മറക്കാതെ പറഞ്ഞു കൊടുക്കുക. ആദ്യത്തെ കാര്യം, ഹെവി മേക്കപ്പ് ചെയ്യേണ്ടി വന്നാൽ മാത്രം ചെയ്യുക. അഥവാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടനെ വാഷ് ചെയ്ത് ഫേസ് ക്ലിയർ ആക്കുക. കോൾഡ് വാട്ടർ കൊണ്ട് വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് എന്തെങ്കിലും ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ക്രീം ഇടുക. രണ്ടാമത്തെ കാര്യം, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കിറ്റ് നിങ്ങൾക്ക് തനിയെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്കിൻ ഇഷ്യൂസിൽ നിന്ന് നിങ്ങൾക്ക്
മാറി നിൽക്കാം. ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരുന്നില്ലായിരുന്നു പണ്ട്. അപ്പോൾ എനിക്ക് അറിയത്തുമില്ലായിരുന്നു. എനിക്ക് അറിഞ്ഞു വന്നപ്പോഴത്തേക്കിന് എൻ്റെ ഡാൻസ് പീരീഡൊക്കെ കഴിഞ്ഞു, ആ ഒരു ടൈം കഴിഞ്ഞു. സോ ദിസ് വിൽ ഡെഫിനറ്റ്ലി ബി എ ഗുഡ് ടിപ്പ്, ഐ ഹോപ്പ് സോ. സോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ഒരു കാര്യം. ആരുടെയും സ്കിന്ന് ഇനി അങ്ങോട്ടും സ്പോയിൽ ആവാതിരിക്കാൻ നമ്മൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഈ ഒരു കണ്ടൻറ് എത്തിക്കാൻ നോക്കുക. അപ്പം വേറൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ ഉടനെ എന്തായാലും വരുന്നതായിരിക്കും. എൻ്റെ വോയിസ് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഡെഫിനറ്റ്ലി ഐ വിൽ ബി ബാക്ക് വിത്ത്. എന്നോട് ഒരുപാട്, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എനിക്ക് ഈയിടെയായിട്ട് ലൈക്ക് പാസ്റ്റ് 2 days ആയിട്ട് എനിക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യും, അവർ തിരിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യും. അപ്പോൾ മോറോർലെസ് ഐ ഫീൽ ലൈക്ക് ഐ എം ടോക്കിംഗ് ടു ദം. അപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫീൽ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് വീട്ടമ്മമാരുണ്ട്, ഒരുപാട് പിള്ളേരുണ്ട്, ഒരുപാട് ഫുട്ബോൾ ലവേഴ്സും ഒക്കെ ഉണ്ട്. എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക, സംസാരിക്കുക. കമൻസിൽ കൂടെ സംസാരിക്കുമ്പോഴൊക്കെ ഐ ഫീൽ ലൈക്ക് ഐ എം ടോക്കിംഗ് ടു ദം ഡയറക്റ്റ്ലി. നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഈ കണ്ടൻറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി യൂസ്ഫുൾ എന്ന് തോന്നുന്ന കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.